ദൈവപൈതലേ, നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, മോദിജിയോടല്ല, ഡൊണാൾഡ് ട്രംപിനോടല്ല, ഈ പറഞ്ഞ വ്യക്തികളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് പൈശാചിക ശക്തികളോടാണ്, വെറുപ്പിൻ്റെ രാജ്യത്തോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. സ്നേഹത്താൽ മാത്രമേ ആ വെറുപ്പിൻ്റെ ശക്തിയെ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അവരുടെ അകത്ത് വെറുപ്പുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ അവരെയും സ്നേഹിക്കാനുള്ള ഒരു സ്നേഹമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളിൽ നിന്ന് വളരെ വിഭിന്നരായിരിക്കുന്ന, നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെയും സ്നേഹിക്കാൻ ദൈവം നമുക്ക് സ്നേഹം തന്നിട്ടുണ്ട്. ആ സ്നേഹത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പലസ്തീനിലെ അറബികളാകട്ടെ, ഇസ്രായേലിലെ ആളുകളാകട്ടെ, ഭാരതത്തിലെ ആളുകളാകട്ടെ, അമേരിക്കയിലെ ആളുകളാകട്ടെ, നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ഇതൊന്നും നോക്കാതെ അവരെ സ്നേഹിക്കാൻ. ചിലപ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും അവർ നമുക്കെതിരെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ. എങ്കിലും അത് ഗവനിക്കാതെ, അതിന് വലിയ കാര്യമായി കാണാതെ വീണ്ടും സ്നേഹിക്കുന്ന ഒരു സ്നേഹം, ആ സ്നേഹത്താൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ പണി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദൈവരാജ്യം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഈ ദൈവരാജ്യം എല്ലാവരുടെയും രാജ്യമായി തീരണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തിൽ കൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഇത് സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ രാജ്യമാണ്. വെറുപ്പിന് ഇതിൽ സ്ഥാനമില്ല. അതുകൊണ്ട് വെറുപ്പൊക്കെ വരും, വിദ്വേഷം വരും. ഇതൊക്കെ പഴയ മനുഷ്യൻ്റെ ആണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ പഴയ സ്വഭാവമാണെന്ന് മനസ്സിലാക്കുക. അതൊക്കെ അപ്പോൾ കളയുക. ഇതൊക്കെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലും ഉണ്ടാവും അല്ലേ? ചില രാമന്മാരും കൃഷ്ണന്മാരും അവരുടെയൊക്കെ കാര്യങ്ങൾ കാണും. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാക്കുക. അതൊക്കെ മാറ്റുക. എന്നുവെച്ചാൽ രാമനും കൃഷ്ണനും വെറുപ്പിൻ്റെ ആൾക്കാരാണെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാനൊരു ക്രിസ്ത്യാനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം ഞാനൊരു അന്യജാതിക്കാരനാണല്ലോ നിങ്ങൾക്ക് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ഒരു അയ്യപ്പനും കാണും. അപ്പോൾ ഇതിൻ്റെ ഒന്നും കീഴിലല്ല ഞാൻ വെറുപ്പിൻ്റെ ആത്മാവിൻ്റെ കീഴിലല്ല, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ കീഴിലാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ കീഴിലാണ് ഞാനെങ്കിൽ ദൈവസ്നേഹത്താൽ വെറുപ്പിനെയും വിദ്വേഷത്തെയും കയ്പിനെയും പിണക്കത്തെയും ഒക്കെ ജയിക്കാൻ എന്നെ സഹായിക്കും, നിങ്ങളെയും സഹായിക്കും. അതിനാൽ മാത്രമേ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുമ്പോൾ പൗലോസ് പറയുന്നത് എന്താണ്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഒരു ഭടനെ മാതിരി നിൽക്കണം, എതിർത്ത് നിൽക്കണം. ഈ സാത്താന്യ ശക്തികൾ പല രീതിയിൽ, പല വ്യക്തികളിൽ കൂടെ, പല സാഹചര്യങ്ങളിൽ കൂടെ, പല വർത്തമാനങ്ങളിൽ കൂടെ നമ്മുടെ അകത്ത് വെറുപ്പും വിദ്വേഷവും ഒക്കെ സൃഷ്ടിക്കാനായിട്ട് പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ വീണ്ടും കൂട്ടാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനെതിരെ പോരാടണം, നിൽക്കണം. അപ്പോൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അതിനെ എതിർത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നിങ്ങൾ ഫൈറ്റ് ചെയ്ത് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫൈറ്റ് ചെയ്ത് ഓൾറെഡി ഒരാൾ ജയിച്ചു കഴിഞ്ഞു. ദുനിയാവിലുള്ള ലോകത്തിലുള്ള മുഴുവൻ വെറുപ്പും അവൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട്, ദൈവത്തിന് മുഴുവൻ ക്രോധവും വഹിച്ചുകൊണ്ട്, തിരിച്ച് സ്നേഹിച്ച് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റും കഴിഞ്ഞ്. ആ ജയം, പൂർണ്ണമായിട്ടുള്ള ഡിസൈസീവായിട്ടുള്ള ജയം ഒരാൾ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞ്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ ആ ജയം ജയിച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ വസ്ത്രം കിട്ടുന്നത്, ഈ ബന്ധം കിട്ടുന്നത്. ഈ ബന്ധവും ഈ വസ്ത്രവും കിട്ടിയ നമ്മൾ ഒരു ഭടനം മാതിരി നിൽക്കണം. നമ്മൾ അപ്പോൾ നേരത്തെ പറഞ്ഞ വസ്ത്രങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ വസ്ത്രങ്ങളെയൊക്കെ പൗലോസ് വിശേഷിപ്പിച്ച സമയത്ത് എന്താ പറഞ്ഞത്? ഈ വസ്ത്രങ്ങളൊക്കെ പുതിയ മനുഷ്യൻ്റെ സ്വഭാവങ്ങളാണ്, പുതിയ മനുഷ്യൻ്റെ വസ്ത്രങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ആ വസ്ത്രങ്ങളുടെ ആ ഒരു എനാർജി മാറ്റിയിട്ട് പൗലോസ് ഒരു ഭടനിടുന്ന ആയുധങ്ങളുമായിട്ട്, സർവായുധ വർഗവുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ വസ്ത്രമല്ല, അതേ സാധനങ്ങളാണ് കേട്ടോ, ഇതേ സാധനങ്ങളാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. പക്ഷേ അതിൻ്റെ ആ അനാലജിക്ക് ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുക. എന്ന് വെച്ചാൽ പണ്ടൊക്കെ നിങ്ങളിങ്ങനെ ഷർട്ട് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ട് പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഇവിടെ പറയുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19 വാക്യം, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. കർത്താവിലും അവൻ്റെ അമിത ബലം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെ ബലമാണ്. ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ദൈവത്തിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ബലമാണ്. ആ സ്നേഹത്തിൻ്റെ ബലത്തിൽ നിങ്ങൾ ബലപ്പെടണം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. എന്താണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്? നമ്മുടെ അകത്ത് വെറുപ്പ് കൊണ്ടുവരിക. വെറുപ്പ്, വിദ്വേഷം, പക, പിണക്കം ഇതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ പിശാചിൻ്റെ മക്കളെ മാതിരി ആക്കി തീർക്കുക. ആൾക്കാർ കാണുമ്പോൾ നമ്മളിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമല്ല കാണുന്നത്, പിശാചിനെയാണ് കാണുന്നത്. നമുക്ക് പോരാട്ടമുള്ളത്, നമുക്കൊരു പോരാട്ടമുണ്ട്, നമ്മളൊരു പോരാട്ടത്തിലാണ്. ഓൾറെഡി ആ പോരാട്ടത്തിൻ്റെ മുഴുവനും യേശുക്രിസ്തു ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നമുക്കിപ്പോഴും പോരാട്ടമുണ്ട്. കാരണം എന്താണ്? ആ മറ്റ് ശക്തികളൊന്നും
പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഈ ആളുകളൊക്കെ യഹോവയെ അനുസരിക്കേണ്ടവരാണ്, യഹോവയുടെ കൂടെ പോകേണ്ടവരാണ്, യഹോവ വിളിച്ചിരിക്കുന്ന ആളുകളാണെന്ന് കൈസറുടെ ശക്തികൾ, ഫറവോന്റെ ശക്തികൾ, അന്യ രാജാക്കന്മാരുടെ ശക്തികൾ മനസ്സിലാക്കിയിട്ടില്ല. അവരോട് വിളിച്ചു പറയാണ് പൗലോസ് ചെയ്യുന്നത്. പക്ഷേ അവരിതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. അവർ മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ പിന്നെയും ക്ലെയിം ഇട്ട് ആ വ്യക്തിയെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിലും വെറുപ്പുണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ജഡരക്തങ്ങളോടല്ല, പക്ഷെ അവരുടെ പുരോഹിതന്മാരോടോ അവരുടെ രാജാക്കന്മാരോടോ അവരുടെ മക്കളോടോ അല്ല നിങ്ങൾക്ക് പോരാട്ടമുള്ളത്. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. എന്ന് വെച്ചാൽ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആരുണ്ട്? യേശുക്രിസ്തു, വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആണ് വലിയൊരു പവർ. വാഴ്ച എങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പോലീസ് മാതിരിയുള്ള ഫോഴ്സസ്. പിന്നെ അന്ധകാരത്തിൻ്റെ ലോകാധിപതി, അവർക്കുള്ളതുമാതിരി കർത്താവിൻ്റെതായിട്ടുള്ള രാജാക്കന്മാരുണ്ട്, ലോകത്തിലെ അധിപതിമാരുണ്ട്, കർത്താവിനെ അനുസരിക്കുന്നവർ. പിന്നെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, സ്വർലോകങ്ങളിലുമുണ്ട്. കർത്താവിന് സ്വർഗത്തിലെ ദൂതന്മാരുള്ളതുപോലെ ചില ദുഷ്ടാത്മസേനകളുണ്ട് ചിലരുടെ കൂടെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നിൽക്കാൻ. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ദുർദിവസം വരുന്ന എപ്പോഴാണ്? ചില അധികാരികളൊക്കെ നിങ്ങളെ ഉപദ്രവിക്കണമെന്നുള്ള ആജ്ഞകൾ പുറപ്പെടുവിക്കും. അങ്ങനെയുള്ള ആജ്ഞകളൊക്കെ പുറപ്പെടുവിക്കുന്ന സമയങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് ദുർദിവസം. ആ ദുർദിവസത്തിൽ നിങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിക്കണം. ആ സമയത്ത് വെറുപ്പോടെ അവരെ ഉപദ്രവിക്കാനല്ല പറഞ്ഞത്, കേട്ടോ. ഇപ്പം കണ്ടില്ലേ, നൈജീരിയയിലും പല രാജ്യങ്ങളിലും ചില ഇസ്ലാമിക ഭീകരർ ക്രിസ്തു സഭയെ, ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്ന, ആരുമില്ല ചോദിക്കാനും പറയാനും. എത്രയോ ക്രിസ്ത്യൻ രാജ്യങ്ങളുണ്ട് ലോകത്തിൽ. അവരൊക്കെ ഒരു പ്രസ്താവന അങ്ങോട്ട് പുറപ്പെടുവിക്കുന്നതല്ലാതെ അവരൊരു ആർമി വിട്ടിട്ടോ ഒരു ആൾക്കാരെ വിട്ടിട്ടോ ഈ പാവപ്പെട്ട ആളുകൾ കർത്താവിന് വേണ്ടി വന്നിരിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഈ ആളുകളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നാൽ നമുക്കൊരു ദൈവമുണ്ട്. ഇവർ ആ മരണശ്വാസം വലിക്കുന്ന ആ സമയത്തും പറയുന്നത്, പിതാവേ, ഈ മനുഷ്യർ, ഞങ്ങളെ ഉപദ്രവിക്കുന്ന മനുഷ്യർ ചെയ്യുന്ന എന്തെന്ന് അറിയായാൽ ഇവിടെ ക്ഷമിക്കണമേ. ആ ചാർലി കെർക്കിൻ്റെ ഭാര്യ പറഞ്ഞില്ലേ, അയാളുടെ ജോലി എന്താണ്? അന്ധകാരത്തിന് കീഴിൽ ഹോമോസെക്ഷുവാലിറ്റി, അബോർഷൻ, ടെററിസം, ഡ്രഗ്സ്, ജെൻഡർ ചേഞ്ച് സർജറി, ഇതുപോലത്തെ ഡെമോക്രാറ്റിക് വാല്യൂസിൻ്റെ കീഴിൽ കിടക്കുന്ന അങ്ങേയറ്റം ലിബറൽ വാല്യൂവിൽ കിടക്കുന്ന ദൈവത്തിനും ദൈവരാജ്യത്തിനും വിരോധമായ കാര്യങ്ങൾ സംസാരിക്കുകയും പ്രസംഗിക്കുകയും താല്പര്യപ്പെടുകയും അതുപ്രകാരം ജീവിക്കുകയും ആ വളരെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മധ്യേ പോയിട്ട് കോളേജുകളിൽ ചെന്നിട്ട് കുട്ടികളോട് ആ മനുഷ്യൻ പറയാണ് ദൈവസ്നേഹത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച്. യേശുക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അതേമാതിരി അവൻ പറയാണ്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്ക പോലുള്ള രാഷ്ട്രത്തിൽ എല്ലാ ആളുകളും കാണുക, ഇത്രയും സുരക്ഷയും കാര്യങ്ങളൊക്കെ ഉള്ള ആ രാജ്യത്തിൽ ഒരുത്തൻ ടെറസിന് മുകളിൽ കയറിയിട്ട് അവൻ്റെ വെടി വെച്ചിരിക്കുക. ഇവിടെ കറക്റ്റ് ആ മനുഷ്യൻ്റെ പ്രാണം പോയി. എന്നാൽ ആ ചാർലി കെർക്കിൻ്റെ ഭാര്യ എന്താ പറഞ്ഞത് ആ മനുഷ്യനോട്? അവൻ ചെയ്ത ക്രൂരതയാണ്, ദുഷ്ടതയാണ്. ഞാൻ വിധവയായി, എൻ്റെ കുട്ടികൾ അനാഥരായി, എങ്കിലും അവനോട് ഞാൻ ക്ഷമിക്കുന്നു. ഐ ഫർഗിവ് ഹിം. എൻ്റെ കർത്താവ്, എൻ്റെ യേശു ക്ഷമിച്ചത് മാതിരി ഞാനും അവനോട് ക്ഷമിക്കുന്നു. ഇനിയും നമ്മൾ നോക്കുകയാണെങ്കിൽ പുറകോട്ട് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ എന്താ പറഞ്ഞത്? ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ നമുക്ക് ഹൈന്ദവരെ എല്ലാം കൊല്ലണം, അവരെല്ലാം നശിപ്പിക്കണം എന്നാണ് പറഞ്ഞത്? നോ. പറഞ്ഞത്, എന്നെ അന്ന് ഉപദ്രവിച്ച് എൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയ ആ മനുഷ്യനോട് ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ പറയട്ടെ, അതാണ് പുതിയ നിയമം, അതാണ് യേശുക്രിസ്തുവിൻ്റെ രാജ്യം, അതാണ് ദൈവത്തിൻ്റെ രാജ്യം. അവിടെ നമുക്കെതിരെയായിട്ട് പല ആളുകളും നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം? പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ഇന്ന് കഴിഞ്ഞ അധ്യായങ്ങളിൽ ഇതിനെ വെറും ഒരു ജാക്കറ്റ് മാതിരിയാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പറയുന്നത് ഇതിനൊരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ്. എന്താണ് നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് എന്ന് പറയുന്നത്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും, നീതി, റൈച്ചസ്നെസ്, ഞാൻ നീതിയോടെ ജീവിക്കുള്ളൂ, നീതി എന്ന കവചം ധരിച്ചും അരയ്ക്ക് സത്യം കെട്ടിയും സത്യസന്ധതയോടെ ജീവിക്കണം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം എന്ന് വെച്ചാൽ ഈ സുവിശേഷത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് കറക്റ്റായിട്ടൊരു മറുപടി കൊടുക്കാൻ സ്നേഹത്തോടെ താഴ്മയോടെ
ഒരു മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ വായിലുണ്ടായിരിക്കണം. കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുകയും. ഒരു സോൾജറിൻ്റെ കയ്യിൽ എപ്പോഴും പരിചയം ഉണ്ടാവും. ആ ദുഷ്ടൻ്റെ തീയമ്പ് എന്താണ്? നിന്നെ ദൈവം സ്നേഹിക്കുന്നില്ല, ദൈവം നിനക്ക് വേണ്ടി കരുതുന്നില്ല. കണ്ടില്ലേ, അവരെയൊക്കെ നിന്നെ ഉപദ്രവിച്ചവരൊക്കെ ദൈവം സഹായിച്ചു, നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞവരൊക്കെ ദൈവം സഹായിച്ചു, അവരെയൊക്കെ ദൈവം ഉയരത്തിലേക്ക് കൊണ്ടുപോയി, അവരെല്ലാവരും നല്ല ഗതിയിലെത്തിയിരിക്കുന്നു. നീയോ കണ്ടില്ലേ, നിനക്ക് വരുമാനമില്ല, ദൈവം നിൻ്റെ കൂടെ ഇല്ല, ദൈവം നിന്നെ എല്ലാ സ്ഥലത്തും ഒറ്റപ്പെടുത്തിയിരിക്കുന്നു, കുറ്റപ്പെടുത്തിയിരിക്കുന്നു, ആളുകൾ നിനക്കെതിരാക്കി തീർത്തിരിക്കുന്നു. ഇതൊക്കെയാണ് ദുഷ്ടൻ്റെ അമ്പുകൾ. നമ്മുടെ വിശ്വാസത്തെ കെടുത്തിക്കളയാൻ, ദൈവവുമായുള്ള നമ്മളെ ബന്ധത്തെ, വിശ്വാസത്താലാണല്ലോ നമുക്ക് യേശു ക്രിസ്തുവിൽ കൂടെ ദൈവവുമായിട്ട് ഈ പുതിയ ബന്ധം കിട്ടിയിരിക്കുന്നത്. ഈ പുതിയ ഉടമ്പടിയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് ദൈവത്തോട് നമ്മൾ വിശ്വസ്തത കാണിക്കുന്നു, ദൈവം തിരിച്ച് വിശ്വസ്തത കാണിക്കുന്നു. പരസ്പര വിശ്വസ്തത എന്ന് പറയുന്ന മ്യൂച്വൽ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്ന ആ ഉടമ്പടിക്കകത്ത് നമ്മൾ വന്നിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം എന്താണ്? കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മൾ അവനോട് കൂടെ വാഴും. ആ വാഗ്ദാനം നമുക്ക് ചെറുതായി കാണത്തക്ക രീതിയിൽ ഈ ലോകത്തിലെ നമ്മുടെ കഷ്ടങ്ങളൊക്കെ വലുതാക്കി പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് പിശാച് നമ്മളോട് പോരാടും, നമ്മുടെ വിശ്വാസത്തോട് പോരാടും. അതുകൊണ്ടാണ് പൗലോസ് എഴുതി വെച്ച വാക്കുകളൊക്കെ നോക്കണം. പൗലോസ് എന്നാ പറഞ്ഞത്, ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ മറ്റ് യാതൊരു സൃഷ്ടിക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഏത് ശക്തിക്കും ഏത് വ്യക്തിക്കും ദൈവവുമായിട്ടുള്ള ആ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ പ്രസന്റ് അവസ്ഥയിൽ കടന്നുകൊണ്ട് വളരെയധികം എല്ലാവരാലും പീഡിപ്പിക്കപ്പെട്ട് യഹൂദന്മാരാലും സ്വന്തം സഹോദരങ്ങളാലും റോമക്കാരാലും എല്ലാവരാലും ത്യജിക്കപ്പെട്ട് തള്ളപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് കിടക്കുന്ന പൗലോസ് പറയാണ്, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് പറയാണ്, ഈ അവസ്ഥയിലും ക്രിസ്തു മതി, ദൈവം മതി. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല. ഇവരോടൊക്കെ വെറുപ്പുണ്ടാക്കാനും ഒരു പൈശാചിക ശക്തിക്കും കഴിയില്ല. ഞാൻ ഇനിയും സ്നേഹിക്കും, കൈസറിനെയും സ്നേഹിക്കും, കൈസറിൻ്റെ കുടുംബത്തെയും സ്നേഹിക്കും, കൈസറിൻ്റെ ഈ പറയുന്ന ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സ്നേഹിക്കും. അവരെയൊക്കെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ഭാഗത്തിലേക്ക് നേടും. ആ ജയിലർ അന്ന് അവനെ തന്നെ കൊല്ലാനായിട്ട് പോകുന്ന സമയത്ത് എന്നാൽ അവൻ കൊന്നോട്ടെ, നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൂട്ടി ഓടി രക്ഷപ്പെടാനല്ല നോക്കിയത്. ആ ജയിലറോട് പറയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ഉപദ്രവിക്കരുത്, ഞങ്ങളാരും രക്ഷപ്പെട്ടിട്ടില്ല, ഞങ്ങളാരും ഓടാൻ ഉദ്ദേശിക്കുന്നില്ല, ഡോണ്ട് കിൽ യുവർ സെൽഫ്. അപ്പോഴാണ് അവന് മാനസാന്തം വന്നവൻ പറഞ്ഞു, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കാരണം ഇവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ഇവർ ഉപേക്ഷിച്ചിട്ട് ആ മനുഷ്യന് വേണ്ടി നിൽക്കുകയാണ്. മനസ്സിലായോ? അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. അത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ പറയാണ്, കാലിന് ചെരുപ്പായും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുകയും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ എല്ലാവരാലും തള്ളപ്പെട്ട് ത്യജിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് എല്ലാവരാലും കുറ്റപ്പെടുത്തപ്പെട്ട് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരുമ്പോൾ വരാതിരിക്കട്ടെ. എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും എന്നെപ്പോലുള്ള കഷ്ടങ്ങൾ വരാതിരിക്കട്ടെ. അത് വരുമ്പോൾ വന്നാലും അവിടെ വിശ്വാസമാകുന്ന പരിചയമാണ്. എന്താണ് പരിചയം? യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു, യേശു ക്രിസ്തു എന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഞാനെപ്പോഴും അവനിൽ വസിക്കുന്നു. കർത്താവ് മടങ്ങി വരുമ്പോൾ എനിക്ക് എൻ്റെ ഓഹരി, ദൈവം തന്നിരിക്കുന്ന ഓഹരി എനിക്ക് ലഭിക്കും. അളവ് നൂല് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, നല്ലൊരു അവകാശവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് വരും, നമ്മളെ അത് ശക്തിപ്പെടുത്തും, ആ വിശ്വാസം കാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. എന്നിട്ട് പറയാണ്, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. അപ്പം നമുക്കൊരു ശിരസ്ത്രമുണ്ട്. നമ്മുടെ ശിരത്തെയാണ് എപ്പോഴും ഈ രാവണൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ചെയ്താലേ അമ്പ് ചെയ്താലേ രാവണൻ ചാവുള്ളൂ. പക്ഷേ രാമൻ്റെ ആണെങ്കിൽ അവൻ്റെ തലയ്ക്കാണ് അമ്പ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആ തലയ്ക്ക് അമ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന നീ ഒരു നന്മയോടെ, നീതിയോടെ, വിശ്വസ്തയോടെ, സ്നേഹത്തോടെ, സത്യസന്ധതയോടെ ജീവിക്കുന്ന ആളാണെങ്കിൽ നിന്നെ ആൾക്കാർ ഹരിശ്ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കളിയാക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് നീയെങ്കിൽ അവർ ഈ അമ്പയക്കുമ്പോൾ നിൻ്റെ തലയാ തകർക്കാൻ നോക്കുക. നിൻ്റെ തല ആരാ? ക്രിസ്തു. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു. ചില സ്ത്രീകളുണ്ട് തലയെ മറന്നിട്ടുള്ള കളിയാണ്. അത് ചെയ്യരുത്. നിങ്ങളുടെ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ഭർത്താവിൻ്റെ തല ആരാണ്? ക്രിസ്തു. ക്രിസ്തുവിനെ ഭർത്താവ് ഉപേക്ഷിക്കരുത്. ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കണം. ആ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നീ ഉറച്ചു നിൽക്കുമ്പോൾ ആ ശിരസ്ത്രം നിന്റെ തലയിലുണ്ടാവും. കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ നിൻ്റെ കൂടെ ഉണ്ടാവും. കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ മാറിപ്പോകുമ്പോഴാണ് പിന്നെ ഈ പിശാചിനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ചാർലി കർക്ക് എന്ന് പറയുന്ന ആൾ മരിക്കുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം
ഞാനിങ്ങനെ വളരെയധികം ആത്മാവിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, എന്താണെന്നറിയില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ കാണാണ് ഒരു ഗോൾഡൻ കളറിൽ ഗ്ലിറ്റർ ചെയ്യുന്ന ഒരു സാധനം അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ വിട്ടങ്ങോട്ട് പോവുകയാണ്. അപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ ഓർത്തു, എസ്കേൽ പറയുന്ന മാതിരി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചായിരിക്കാം ചിലപ്പോൾ ദൈവം എന്നോട് പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അമേരിക്ക വിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ദൈവത്തോട് കരഞ്ഞു, ദൈവമേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ബലമില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ല. ഞാൻ ചില സമയത്ത് വിചാരിക്കും അമേരിക്കക്കാർക്ക് അങ്ങനെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്ന അവസ്ഥ വരെ ആയിപ്പോയി ആ സമയത്ത്. എൻ്റെ സത്യാവസ്ഥ ഞാൻ പറയാം. പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥിക്കാൻ നോക്കുക, ദൈവമേ അവരോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് നോക്കുക. അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ ഞാൻ ന്യൂസ് കാണുകയാണ്,